20 കൊല്ലമായിട്ട് LDF ഭരിക്കുന്നു. LDFന്റെ പിന്തുണ കോൺഗ്രസ് കൊടുക്കുന്നു. അത് ഒഫീഷ്യലി അല്ലെങ്കിൽ അൺഒഫീഷ്യലി അത് ഒരു സത്യമാണ്. കോൺഗ്രസ് ആണ് LDFന്റെ പിന്തുണ കൊടുക്കുന്നത്. എത്രയോ കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കുന്നില്ല. മാറി മാറി കോൺഗ്രസും CPM ഭരിക്കുന്നു. എത്രയോ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. കഴിഞ്ഞ 20 കൊല്ലം നമ്മൾ നോക്കിയാൽ അതിൻ്റെ ആദ്യത്തെ 10 കൊല്ലം ഇന്ത്യ പിന്നോട്ട് പോയി. UPA ഭരിക്കുന്ന സമയം. എന്നിട്ട് നരേന്ദ്രമോദി ജനങ്ങൾ തീരുമാനിച്ചു അത് മതിയായി. എന്നിട്ട് നരേന്ദ്രമോദിജിനെ കൊണ്ടുവന്നു. ഇന്ത്യ ഒരു കുതിച്ച മാറ്റം നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 11 കൊല്ലം മുമ്പോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ 20 കൊല്ലമായിട്ട് LDF ഭരിക്കുന്നു. LDFന്റെ പിന്തുണ കോൺഗ്രസ് കൊടുക്കുന്നു. അത് ഒഫീഷ്യലി അല്ലെങ്കിൽ അൺഒഫീഷ്യലി അത് ഒരു സത്യമാണ്. കോൺഗ്രസ് ആണ് LDFന്റെ പിന്തുണ കൊടുക്കുന്നത്. UPAന്റെ 10 കൊല്ലം ഭീകരമായ അഴിമതിന്റെ സമയം. ചരിത്രത്തിൽ കാണാത്ത അഴിമതി, ഇന്ത്യയിൽ ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററിയിൽ കാണാത്തൊരു അഴിമതി നടക്കുന്ന സമയം UPAന്റെ സർക്കാരിന് പിന്തുണ കൊടുത്ത ആരായിരുന്നു? LDF. അപ്പോൾ ഇതൊന്നും ആരും മറക്കില്ല. ഇത് ഇനി ജനങ്ങൾ തീരുമാനിച്ചു ഇത് മതിയായി, മാറ്റം വേണം. ഇന്ത്യന്റെ മറ്റ് നഗരത്തിൽ വികസനം നടക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ വികസനം നടക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് ജനങ്ങൾ കാണുന്നത്. പൊതുസമൂഹം അങ്ങനെയാണ് കാണുന്നത്.